Watch India's largest kids library only on Jio Hotstar. Download the app now. തന്നെ ഒരു കാശിനും കൊള്ളത്തില്ലടോ. എല്ലാ കേസുകളും ശിവ തന്നെയാണ് സോൾവ് ചെയ്യുന്നത്. ജനങ്ങൾക്ക് ശിവയുടെ പേര് പറയാനേ നേരമുള്ളൂ. താൻ കാരണം പോലീസുകാർക്കെല്ലാം നാണക്കേടായി. മര്യാദക്ക് നാണക്കേട് മാറ്റില്ല എന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ സസ്പെൻഡ് ചെയ്യും, തീർച്ച. സാർ പ്ലീസ് ദയവ് ചെയ്ത് എന്നെ സസ്പെൻഡ് ചെയ്യല്ലേ. ഞാൻ സത്യം ചെയ്യുന്നു, കളഞ്ഞു പോയ എന്റെ അഭിമാനം ഞാൻ തിരിച്ചു കൊണ്ടുവന്നിരിക്കും. ഡോണ്ട് വറി. ഞാൻ ഒരിക്കൽ കൂടി സാറിന് ഇങ്ങനത്തെ ഒരു അവസ്ഥ തരില്ല. യെസ് സർ, പ്രോമിസ്. ശരി, ഞാൻ നോക്കട്ടെ താൻ എന്താ ചെയ്യാൻ പോണേന്ന്. ബാങ്ക് കൊള്ളയടിച്ചു. പോലീസിന് ഫോൺ ചെയ്ത് വിളിക്കൂ. ലഡ്ഡു സിംഗ് സാറിനെ വിളിക്കൂ. ആ ലഡ്ഡു സിംഗിന് ഒന്നിനും കൊള്ളത്തില്ല. വേണമെങ്കിൽ ശിവയെ വിളിക്കും. താൻ നോക്കിക്കോ. താൻ ശിവയ്ക്ക് ഫോൺ വിളിച്ചാൽ മതിയല്ലോ. ശിവോ. വെരി ഗുഡ്. ഇത് ശരിക്കും അടിപൊളിയായിട്ടുണ്ട്. കുട്ടേ, മര്യാദക്ക് വഴിന്ന് മാറ്. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. എന്റെ അസിസ്റ്റന്റിനോടൊപ്പം ഫൈറ്റ് ചെയ്യുന്നത്. എന്നോടൊപ്പം ഫൈറ്റ് ചെയ്യേ. ലഡ്ഡു സിംഗ് സർ, വെരി ഗുഡ്. എന്റെ ലഡ്ഡു സിംഗ് സാറേ, ഇത് എന്തൊരു അടിപൊളി ഫൈറ്റ് ആയിരുന്നു. നിങ്ങൾ ഇത്ര നന്നായിട്ട് ഫൈറ്റ് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാനിത് ഇന്ന് വരെ ആരോടും പറഞ്ഞിട്ടില്ല ശിവ. പക്ഷെ ഇനി ഇവിടുത്തെ ആൾക്കാർ പതിയെ മനസ്സിലാക്കിക്കോളും ലഡ്ഡു സിംഗ് ഒരു സംഭവം തന്നെയാണെന്ന്. കുഴപ്പമില്ലെന്നേ, ലഡ്ഡു സിംഗിന്റെ അടുത്ത് ഇവന്മാര് രക്ഷപ്പെട്ട് എത്രത്തോളം പോകും. ഞാൻ അവന്മാരെ പെട്ടെന്ന് പിടിക്കില്ലേ. മിസ്റ്റർ ഠാക്കൂർ, ഒരു കുട്ടിയുടെ അടി മേടിച്ചോണ്ട് വന്നിരിക്കുന്നു. ഐ ജസ്റ്റ് കാന്റ് ബിലീവ് ഇറ്റ്. മിസ്റ്റർ സിംഗേ, എന്ത് ചെയ്യാനാ? ഒരു വശത്താ ചെറുക്കൻ ശിവ, മറുവശത്താ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗും. നിങ്ങളല്ലേ പറഞ്ഞത് ആ ലഡ്ഡു സിംഗ് ഒരു പേടിത്തൊണ്ടനാണെന്ന്? അയാളുടെ ഫൈറ്റ് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ഫൈറ്റ് ചെയ്യാനും തുടങ്ങിയോ? ഞാൻ വിചാരിച്ചിരുന്നത് അയാളെ കൊണ്ട് ഒരു കാശിനും കൊള്ളില്ലെന്നാ. പിന്നെ ആ ശിവ, അവനൊരു സാറേ, മിന്നൽ പിണർ പോലെ അവന്റെ ചവിട്ട്. എന്റെ അമ്മോ, അവന്റെ ഇടി കൊണ്ട് നടുപോയി. മിസ്റ്റർ ഠാക്കൂർ, എനിക്കിതൊന്നും അറിയണ്ട. ബോസ് എന്നെ അദ്ദേഹത്തിന്റെ ഈ കമ്പനിയുടെ സിഇഒ ആക്കിയിട്ട് വേദ സിറ്റിയിൽ നിന്ന് 100 കോടി രൂപയുടെ കളക്ഷൻ ഉണ്ടാക്കാനുള്ള ടാർഗറ്റ് തന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നിന്റെ വൈസ് പ്രസിഡന്റ് എന്തുകൊണ്ടാക്കിയെന്ന് ചോദിച്ചാ എനിക്ക് ബോസിന്റെ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബാങ്ക് കൊള്ളയടിക്കേണ്ട പ്ലാൻ ഫെയിലായി. അതുകൊണ്ട് കുഴപ്പമില്ല. നാളെ ധന്ന ജുവല്ലറിന്റെ അടുത്ത് പോ. ഇവിടത്തെ വലിയൊരു ജുവല്ലറാണ്. നന്നായിട്ട് അവിടെ ഒന്ന് കൊള്ളയടിക്ക്. 100 കോടി നമുക്ക് അവിടുന്ന് മാത്രമായിട്ട് കിട്ടും. ഓക്കേ? ഓക്കെ ബോസ്, ടാർഗറ്റ് മുഴുവൻ തീർത്തിട്ട് ഞാൻ ഇങ്ങോട്ട് വരാം. അങ്കിൾ,
മോഷ്ടിച്ച സാധനങ്ങളൊക്കെ മര്യാദയ്ക്ക് തന്നോളൂ, അല്ലെങ്കിൽ ഇത് ശരിയാവില്ല, കേട്ടല്ലോ? ശിവ, നീ കുറച്ചു നേരം റെസ്റ്റ് എടുക്ക്. ഇനി എന്റെ ഊഴമാണ്. ഞാൻ ഇവന്മാർക്ക് കാണിച്ചു കൊടുക്കാം ഞാനൊരു സംഭവമാണെന്ന്. ഫ്രണ്ട്സ്, അയാൾ ഇടിച്ച് ചമ്മന്തിയാക്കി വലിച്ചെറിയേ. പെട്ടെന്ന് ചെല്ല്. എന്റെ അമ്മോ, ലഡു സിംഗ് സാറെ കൊള്ളാലോ. എന്തൊരു അടിപൊളി പഞ്ചായിരുന്നു. ഇനി പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം. അവിടുത്തെ ജയിൽ വാതിലുകൾ നിങ്ങളെ പിടിച്ച് അകത്താക്കാൻ വേണ്ടി തുറന്ന് കാത്തു വെച്ചിരിക്കുകയാണ്. നമുക്കേ ബോസിനോട് എന്ന് പറയാ, വാ. ഇവിടെ ഇതെന്താ സംഭവിച്ചേ? നമ്മുടെ 4 ആൾക്കാരും പിടിക്കപ്പെട്ടു. ബോസേ, ആ ലഡു സിംഗ് ഇപ്പൊ ഭയങ്കര സിംഹത്തിനെ പോലെയാണ്. അദ്ദേഹമാണ് പിടിച്ചത്. എങ്കിപ്പോ ആ ലഡു സിംഗിനെ പിടിച്ചോണ്ട് വാ. ഈ കുട്ടിയെ ഞാൻ മാനേജ് ചെയ്തോളാം. ഹലോ ശിവ, ഹലോ. ഇപ്പൊ എന്തിനാണ് ശിവയെ വിളിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നത്? എവിടെയാ മോഷണം നടന്നേ? ഹലോ മാഡം, മോഷണം നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തിനാ ശിവേനെ വിളിക്കാൻ പോകുന്നത്? ഞാൻ ഒറ്റയ്ക്ക് പോയില്ലേ? എക്സ്ക്യൂസ് മീ, എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ചെയ്യാനുണ്ട്. ഓക്കെ, ബൈ. ആഹാ, ഇയാൾക്ക് എന്താ സംഭവിച്ചേ? എന്തോ ഒരു വ്യത്യാസം തോന്നുന്നല്ലോ മോനെ. എനിക്കറിയില്ല മുത്തശ്ശി, എന്താ സംഭവിച്ചെന്ന്. കുൻഫു, കരാത്തെ, ഫൈറ്റ്സ് ഒക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട് മുത്തശ്ശി. ഇത് അതിശയായിരിക്കുന്നല്ലോ. എന്തായാലും ഇനി ലഡ്ഡു സിംഗ് സാറിനെ അഭിനയിക്കാതെ വയ്യല്ലോ മോനെ. കലക്കി ലഡ്ഡു സിംഗ്, കലക്കി. നഗരത്തിൽ ഇപ്പൊ നിനക്കുള്ള പേര് ഡബിൾ ആയിക്കൊണ്ടിരിക്കല്ലേ? ശിവ, ശിവ, എന്നെ വേഗം രക്ഷിക്ക്. എന്നെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോവാണ്. കിഡ്നാപ്പ് ചെയ്തിരിക്കാന്നോ? പക്ഷെ ലഡു സിംഗ് സാർ, നിങ്ങളൊരു കടയുടെ മുൻപ് നിൽക്കാണല്ലോ. നിങ്ങൾ ഇവിടെ ആരും കിഡ്നാപ്പ് ചെയ്തിട്ടില്ലല്ലോ. നിങ്ങൾ എന്നോട് തമാശ കളിക്കുകയാണോ? അതെ, ആ കഥയൊക്കെ ഞാൻ പിന്നെ പറഞ്ഞു തരാം. വേഗം എന്നെ നിന്ന് നീ രക്ഷിക്കാൻ വന്നേ. കാട്ടിലേക്ക് പോകുന്ന വഴി ഒരു റോഡ് ഉണ്ടല്ലോ, അതിനകത്ത് ഫാം ഹൗസ് ഉണ്ട്. അവിടേക്കാണ് എന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. വേഗം വരണേ. ഓക്കെ, ഞാൻ വന്നേക്കാം. ലഡു സിംഗ് സാറിനെ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ നിൽക്കുന്ന മനുഷ്യനാരാണ്? ഇയാളുടെ സഹായം വേണ്ടി വരും. മുത്തശ്ശിയെ വിവരം അറിയിക്കേണ്ടി വരും. മുത്തശ്ശി, ഞാനൊരു കാര്യം മറന്നുപോയി. ഞാനിപ്പോ വരാം. വേഗം വരണേ ശിവ. ലഡ്ഡു സിംഗിനെ കണ്ടതും അവന് നിപ്പൊറക്കുന്നില്ല, പോന്ന കണ്ടില്ലേ? ലഡു സിംഗ് സാറിനെ ആരും കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി. ഞാൻ ആ ഓൾഡ് ഫാം ഹൗസിന്റെ അടുത്തേക്ക് പോകാൻ പോകുകയാണ്. ഐ, എന്നെ കിഡ്നാപ്പ് ചെയ്തൊന്നു? എന്നെ ഒന്ന് വെറുതെ വിട്. എന്നെ എന്തായി പിടിച്ചു വെച്ചിരിക്കുന്ന? വിടണോ ഞാൻ? നീ കൊറേ തല്ലിയില്ലേ എന്റെ പിള്ളേരെ? നിന്നെ ഞാൻ വെറുതെ വിടണോ? അതെ, ഞാൻ ആരെ തല്ലിന്നായി പറയുന്നത്? തല്ലുന്നത് ശിവയുടെ ഇല്ല പണിയാ. ഇല്ല, എന്റെ പിള്ളേര് പറഞ്ഞു നീയും കൊറേ ചാടി ചാടി അടിക്കണുണ്ടായിരുന്നെന്ന്. എന്നിട്ട് 4 പേരെയും പിടിച്ച് അകത്തിട്ട് പൂട്ടിയിരിക്കുന്നു. ഇനി ഇവിടെ നിന്റെ കരുത്തൊന്ന് കാണിക്കേ. ആ, അതെ, എനിക്കൊരു കൊതുകിനെ പോലും തല്ലാൻ കഴിയില്ല ചേട്ടാ. എന്നിട്ടാണോ ഞാൻ ഇവന്മാരെ തല്ലുന്ന? വന്നല്ലോ. പിടിക്കവനെ. നന്നായി, ഈ കുട്ടി തന്നെ ഇങ്ങ് വന്നത്. തല്ലല്ലേ സാറേ, തല്ലല്ലേ. അല്ല, ഈ ഇൻസ്പെക്ടർ എന്നെ കണ്ട് പേടിക്കുന്നത് എന്തിനാ? അല്ല, ആദ്യം ഇങ്ങ് താടോ. ആ, ഇന്ന് എന്നെ തല്ലല്ലേ. എന്നെ തല്ലല്ലേന്ന്. അല്ല, ഇയാളെന്തിനാ ഈ തല്ലു വാങ്ങണേ? ഇയാൾ അടി കൊള്ളാൻ അഗ്രഗണ്യനെന്ന് തോന്നണല്ലോ. അത് കുഴപ്പമില്ല, അയാൾ തല്ല് കൊള്ളണേ കൊണ്ടോട്ട് തനിക്കെന്താ? അതെ ശിവ, എന്നെ രക്ഷിക്കേ. ഇവന്മാരുടെ തല്ലാണ്. താങ്ക് യു രേവ. ശിവ, ആരെങ്കിലും രക്ഷപ്പെട്ടോ? ഇല്ലല്ലോ, എല്ലാരും അടിമേടിച്ചു ഇവിടെ കിടക്കുക. അതെ, നീ അല്പം വഴുകിപ്പോയി. ശിവ എല്ലാരും പിടിച്ച് തല്ലി തല്ലി അവിടെ കിടത്തിയിട്ടുണ്ട്. ലഡ്ഡു സിംഗ് സാർ, ഇത് നിങ്ങളുടെ ഇരട്ട സഹോദരനാണോ? ഇരട്ട സഹോദരനൊന്നും അല്ലെന്നേ. സത്യം പറഞ്ഞാൽ നമ്മുടെ കമ്മീഷണർ സാർ എന്റെ അഭിമാനത്തിനെ കുറിച്ച് പരിഹാസിക്കായിരുന്നു. സസ്പെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിച്ചു. അപ്പോഴാണ് ഞാൻ എന്റെ ഡ്യൂപ്ലിക്കേറ്റ് റെഡിയാക്കിയത്. ഇദ്ദേഹം റോക്കി കുംഫു മാസ്റ്ററാണ്.
മാസ്ക് ഊരാൻ എന്റെ അഭിമാനം കാക്കാൻ വേണ്ടി ഇവനാണ് ഫൈറ്റ് ചെയ്തത്. ശിവ, ഇതെങ്ങാനും ഇവിടുത്തെ ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ അഭിമാനം വീണ്ടും ചവിട്ടുകൊട്ടയിലേക്ക് പോകും. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാ? ലഡു സിംഗ് സാറേ, ഇതാർക്കും സംശയം തോന്നില്ല. ഈ രഹസ്യം ഇദ്ദേഹം പറയില്ല, പിന്നെ ഞങ്ങളും പറയില്ല. താങ്ക് യു ശിവ. നിങ്ങള് ആരോടും ഒന്നും പറയില്ലല്ലോ അല്ലേ? പറയൂ. ഞങ്ങളൊന്നും പറയില്ല, ലഡു സിംഗ് സാർ. സർ, നിങ്ങൾ വളരെ നന്നായിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. താങ്ക് യു ശിവ. നിങ്ങൾ ആള് ഭയങ്കര മിടുക്കനാണല്ലോ. എനിക്ക് നിങ്ങളുടെ അടുത്തുനിന്ന് കുറച്ച് കുംഫുവിന്റെ കാര്യങ്ങൾ പഠിക്കണം. എടോ, താൻ ഇവന്റെ അടുത്ത് പഠിക്കുന്നത് പകരം നിങ്ങൾ രണ്ടാളും ചേർന്ന് എനിക്ക് എന്തെങ്കിലും പഠിപ്പിച്ച് തന്നേ. ഉള്ള മാന കാത്ത് സൂക്ഷിക്കാമല്ലോ. ഐ Watch India's largest kids library only on Geo Hotstar. Download the app now.